ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക സിദ്ധാർത്ഥ അവിടെ എത്തുമ്പോഴേക്കും ചന്ദ്രിക അവനോട് പറയുന്നുണ്ട്, വേണ്ട അവരുടെ കൂടെ തല്ലി പിടിക്കാനൊന്നും നിൽക്കണ്ട. കാരണം മേഘയുടെ പണം തട്ടിക്കൊണ്ടുപോയ ആൾക്കാരുടെ അടുത്താണ് ചന്ദ്രിക എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് സിദ്ധുവിനോട് അവിടെ തല്ലി പിടിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, നീ എന്താ ചന്ദ്രിക പറയുന്നത്? ഇവരെയൊക്കെ പേടിച്ചിട്ട് ഓടണമെന്നാണോ നീ പറയുന്നത്? അതല്ല സർ, വേണ്ട, അവർ ഒരുപാട് പേരുണ്ട്, അവരുടെ കയ്യിൽ ആയുധമൊക്കെ ഉണ്ട്, അതുകൊണ്ട് വേണ്ട. അവർ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു ആണെങ്കിൽ സിദ്ധുവിൻ്റെ കൂട്ടുകാരനോട് ചന്ദ്രിക പറയുന്നുണ്ട്, ഏട്ടാ പറയേട്ടാ, തല്ലി പിടിക്കണമെന്ന് പറയേട്ടാ. അപ്പോൾ സിദ്ധു അവനോട് പറയുകയാണ് ചന്ദ്രികയും കൂട്ടിയിട്ട് കാറിൽ ഇരുന്നോളാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, വാ കാറിൽ ഇരിക്കാമെന്ന്. പക്ഷേ ചന്ദ്രികയ്ക്ക് അത് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം സിദ്ധാർത്ഥ അവരുടെ കൂടെ തല്ലി പിടിച്ചു കഴിഞ്ഞാൽ സിദ്ധുവിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അവൾക്ക് ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ സിദ്ധു പറഞ്ഞത് കേട്ടിട്ട് അവൻ്റെ കൂട്ടുകാരൻ ചന്ദ്രികയെ കാറിനകത്തേക്ക് ആക്കുവാണ്. അപ്പോഴേക്കും പിന്നെ ആ ഗുണ്ടകളുമായിട്ട് സിദ്ധാർത്ഥ തല്ലുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കൂട്ടുകാരനും അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ 2 പേരും ചേർന്നിട്ട് തല്ലുകൂടുകയാണ്. അവർ 2 പേരും ചേർന്നിട്ട് സുന്ദറിനെയും കൂട്ടത്തിലുള്ള ആൾക്കാരെയും തല്ലുകയാണ്. അപ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലുള്ള വേറൊരാൾ കൂടി ദൂരത്തു നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ തല്ലി പിടിക്കുന്ന കണ്ടപ്പോൾ അയാൾ അവിടെ തന്നെ മാറി നിന്ന് നോക്കി നിൽക്കുകയാണ്. സുന്ദർ ആദ്യം തല്ലി പിടിക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സുന്ദറും സിദ്ധുവിന് നേരെ വരികയാണ്. അങ്ങനെ സിദ്ധാർത്ഥ എല്ലാവരെയും അടിച്ച് പരിവാക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് തല്ലിനിടയിൽ സുന്ദറിൻ്റെ മാസ്ക് മുഖത്ത് കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ടവൽ അഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സുന്ദറും പരമാവധി ശ്രമിക്കുന്നുണ്ട് അത് അഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം അവനവിടെ നിലത്ത് കിടന്ന് വീഴുകയാണ്. ആ സമയത്ത് സിദ്ധു അവൻ്റെ മാസ്ക് അഴിച്ചു എന്ന് വന്ന് കെട്ടെത്തിയപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കണ്ണിലേക്ക് അവൻ മണ്ണെടുത്ത് വാരി എറിയാണ്. പെട്ടെന്നുണ്ടായ ഒരു അറ്റാക്ക് ആയത് കാരണം സിദ്ധുവിന് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിദ്ധുവിൻ്റെ കണ്ണങ്ങനെ ഫുൾ മണ്ണിട്ടത് കാരണം കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. ആ സമയം നോക്കിയിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് സിദ്ധാർത്ഥിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക കാറിൽ നിന്നും വീണ്ടും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും ചേർന്ന് സിദ്ധാർത്ഥിനെയും അവൻ്റെ കൂട്ടുകാരനെയും തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ദൂരെ മാറി നിന്നിട്ടുണ്ടായിരുന്ന ആ ഗുണ്ടകൾ ഒരുവനും കൂടെ വരാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് പോലീസ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പോലീസിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടതുകൊണ്ട് മാത്രം അയാൾ ഇങ്ങോട്ടേക്ക് വന്നില്ല. അപ്പോഴേക്കും സിദ്ധാർത്ഥിനെ പിടിച്ചു തള്ളിയിട്ട് സുന്ദറും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. സുന്ദറും അവിടെ മാറി നിന്നിട്ടുണ്ടായിരുന്ന അയാളും അവർ 2 പേരും ഓടി രക്ഷപ്പെട്ടു. ബാക്കിയുള്ള 3 പേരെയും പോലീസുകാർ വന്നിട്ട് പിടിക്കുകയാണ്. അപ്പോഴേക്കും അവരും തല്ലൊക്കെ കൊണ്ടൊരു പരിവായിട്ടുണ്ടായിരുന്നു. സിധു കണ്ണ് തിരുമ്മിയിട്ട് മണ്ണൊക്കെ മാറിയതിന് ശേഷം അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ സുന്ദറും അതുപോലെ തന്നെ മറ്റേയാളും ഓടുന്നത് കാണുന്നുണ്ട്. അവൻ പോലീസുകാരോട് പറയുന്നുണ്ട്, സർ അവിടെ 2 പേർ ഓടുന്നുണ്ട് സർ. സുന്ദർ പക്ഷേ ഒരുപാട് ദൂരമൊന്നും ഓടാതെ അവിടെ ഒരു സ്ഥലത്ത് മറഞ്ഞു നിന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ സിദ്ധുവിനോട് പറയുന്നുണ്ട്, എത്രത്തോളം ദൂരം ഓടുമെന്ന് നമുക്ക് നോക്കാം. സിദ്ധാർത്ഥിന് കുറച്ചു നേരം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കണ്ണൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, സിദ്ധാർത്ഥ് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല സർ, ഞാൻ ഓക്കെയാണ്. സിദ്ധു കണ്ണ് തിരുമ്മിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോഴേക്കും ബാക്കിയുള്ള ഗുണ്ടകളെയൊക്കെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതേസമയം കുറ്റിക്കാട്ടിൽ മറിഞ്ഞു നിന്നിട്ടുണ്ടായിരുന്ന സുന്ദർ വിചാരിക്കുന്നുണ്ട്, ഞാനും ഈ ഗ്യാങ്ങിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ എൻ്റെ അച്ഛൻ തന്നെ വിഷം തന്ന് കൊല്ലും. ഒരു നിമിഷത്തേക്കാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ പോലീസുകാരൻ സിദ്ധുവിനോട് പറയുന്നുണ്ട്, ഇവരെ 3 പേരെയും ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ട. രക്ഷപ്പെട്ടു പോയ ബാക്കി 2 പേരെയും കൂടി ഞങ്ങൾ പിടിച്ചോളാം. തൽക്കാലം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നൊരു കംപ്ലയിൻറ്റ് തരും. പോലീസ് അവിടുന്ന് പോയപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഞാൻ ചന്ദ്രികയുടെ വണ്ടി എടുത്തിട്ട് വരാം, നീ ചന്ദ്രികയും കൂട്ടിയിട്ട് പോയിക്കോ. ശരി. കൂട്ടുകാരനും കൂടി അവിടുന്ന് പോയപ്പോൾ ചന്ദ്രിക സങ്കടത്തോടെ സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, സർ അടി കൊണ്ടോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല ചന്ദ്രിക, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? എനിക്കൊന്നുമില്ല, വാ നമുക്ക് പോവാം. ചന്ദ്രികയും സിദ്ധാർത്ഥും കൂടി അവിടുന്ന് പോകുന്നത് വരെ സുന്ദർ അവിടെ മറഞ്ഞിരിക്കുകയാണ്. അവർ കൂടി പോയതിനു ശേഷമാണ് അവൻ വേറൊരു ഭാഗത്ത് കൂടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഒരുപാട് ദൂരം സുന്ദർ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു സ്ഥലത്ത് മറഞ്ഞു നിന്നപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അവൻ്റെ കൂട്ടത്തിൽ ആ ഓടി രക്ഷപ്പെട്ട മറ്റേ ആ ഗുണ്ടയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. പറയടാ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്താ സുന്ദർ, നമ്മുടെ ആളുകളെയൊക്കെ പോലീസ് പിടിച്ചല്ലോ. രക്ഷപ്പെട്ട് വന്നത് തലനാരിഴക്കാണ്. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഞാനും അവരുടെ കൈ പെട്ടേനെ. നീ എവിടെയാണ് ഉള്ളത്? ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. എങ്കിൽ എത്രയും പെട്ടെന്ന് നീ ഈ ഒരു ഏരിയയിലേക്ക് വരാമോ എന്ന് ചോദിച്ചിട്ടൊരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. ശരി, ഞാൻ വരാമെന്ന് അയാളും പറയുന്നുണ്ട്. സുന്ദർ ശരിക്കും ഒരു കള്ളനെ പോലെ പതുങ്ങി കളിക്കുകയാണ് അവിടെ വെച്ചിട്ട്, പോലീസുകാരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ വേണ്ടി. അതേസമയം സിദ്ധാർത്ഥും ചന്ദ്രികയും കാറിലാണുള്ളത്. അവൾക്ക് സിദ്ധുവിനെ നോക്കുന്തോറും സങ്കടം വന്ന് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. സിദ്ധുവിൻ്റെ നെറ്റിയിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിൻ്റെ നെറ്റിയൊക്കെ തുടച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എത്രയൊക്കെ അടി കൊണ്ടതെന്ന് നോക്ക്. ചന്ദ്രിക തൊട്ടപ്പോൾ സിദ്ധുവിന് വേദനിക്കുകയാണ്. ചന്ദ്രിക നോക്ക് സർ, എത്ര തല്ല കൊണ്ടിരിക്കുന്നതെന്ന്. ചന്ദ്രിക, നീ തൊടുമ്പോഴാണ് എനിക്ക് വേദനിക്കുന്നത്. സർ, ഞാൻ പറഞ്ഞതല്ലേ സർ വേണ്ടാന്ന്. ചന്ദ്രിക, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്?
അവർ നിങ്ങളെ കത്തി കൊണ്ട് കുത്തുമോ എന്ന് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അവരുടെ അടുത്തേക്ക് പോവണ്ടെന്ന്. നിങ്ങൾ എന്തിനാ അവരുടെ കൂടെ പോയി തല്ലുകൂടിയത്? അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക നീ ഇങ്ങനെ പറയുന്നത്? പിന്നെ അവരെ നോക്കിയിട്ട് അവർ ഞാൻ വെറുതെ വിടണമെന്നാണോ നീ പറയുന്നത്? പോലീസുകാർ വരുന്നതിനിടയ്ക്ക് അവർ രക്ഷപ്പെട്ടിരുന്നെങ്കിലോ? അവർ പോവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അവരുമായിട്ട് വഴക്കുണ്ടാക്കിയത്. അവർ അങ്ങനെ പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ, പോലീസുകാർ വേറൊരു ദിവസം അവരെ പിടിച്ചോളും. അപ്പോൾ സിദ്ധു അവളെ നോക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു സർ? നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ചെറിയൊരു ചിന്ത പോലും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരുമായിട്ട് പോയി തല്ലു പിടിക്കില്ലായിരുന്നു. ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടപ്പോൾ സിദ്ധുവിന് ചിരി വരികയാണ്. ചന്ദ്രിക ഹൃദയത്തിൽ തട്ടിയിട്ടാണ് പറയുന്നത്, സർ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാനാവില്ല സർ. ദയവ് ചെയ്ത് ഇതുപോലുള്ള റിസ്കുകൾ ഇനി ചെയ്യാതെ. ചന്ദ്രിക, നീ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും സംഭവിക്കില്ല. നിന്റെ സ്നേഹം എപ്പോഴും എന്നെ രക്ഷിക്കും. സിദ്ധാർത്ഥ അവളെ നോക്കി പ്രണയത്തോടെ പറയാണ്. ചന്ദ്രിക മറുത്തൊന്നും പറയാതെ കരയുന്നുണ്ടായിരുന്നു. സിദ്ധു പ്രണയത്തോടെ ചന്ദ്രികയുടെ കൈകൾ പതിയെ എടുത്തിട്ട് അവൻ്റെ ദേഹത്തേക്ക് ചേർത്ത് വെക്കുകയാണ്. ചന്ദ്രികയും അനങ്ങാതിരിക്കുന്നുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ കൈകളിൽ ചുംബിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ചന്ദ്രിക കൈ പിന്നോട്ടേക്ക് വലിക്കുകയാണ്. സിദ്ധു പോലും ഞെട്ടിപ്പോയി. എന്താ പെട്ടെന്ന് ഇങ്ങനെയെന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ പറയാണ്, സർ എന്തിനാ സർ ഇങ്ങനെയൊക്കെ? അല്ല ചന്ദ്രിക, ചില സമയത്ത് നമ്മുടെ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അല്ലാതെ നീ കരുതുന്നത് പോലെ എനിക്ക് മറ്റൊരു ഉദ്ദേശവുമില്ല. ചന്ദ്രികയ്ക്ക് അറിയായിരുന്നു സിദ്ധാർത്ഥ് വേറൊരു അർത്ഥത്തിലല്ല ചെയ്യുന്നതെന്ന്. എന്നിട്ടും അവൾ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഇനി തനിച്ച് വരാൻ പാടില്ല. അതെന്താ? സാറ് ഇപ്പോൾ പഴയതുപോലെയല്ല. എനിക്കിപ്പോൾ സാറിന് നല്ല ഭയമുണ്ട്. അപ്പോൾ സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, അങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്കും നല്ല ഭയമുണ്ട്. അല്ല, ഇനിയൊരു പക്ഷേ നീ എന്നെ എന്തെങ്കിലും കയറി ചെയ്യുമോ എന്ന് എനിക്ക് നല്ല ഭയമുണ്ട്. എന്ത്? ഞാൻ നിങ്ങളെ ചെയ്യാനോ? അതെന്താ സാർ ഉദ്ദേശിച്ചത്? അപ്പോൾ സിദ്ധാർത്ഥ പൊട്ടിച്ചിരിക്കുകയാണ്. ശരി ശരി, ഇനി ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും മുളക് സ്പ്രേ വെച്ചോളാം. സ്പ്രേയോ? അതെന്തിനാ? സിദ്ധു ചോദിക്കുന്നുണ്ട്. അല്ല, ഇനി എപ്പോഴെങ്കിലും സാർ എൻ്റെ നേരെ മോശമായിട്ട് വരുവാണെങ്കിൽ സാറിൻ്റെ കണ്ണിൽ ഞാൻ പെപ്പർ സ്പ്രേ അടിക്കാം. ചന്ദ്രിക കൃത്രിമമായിട്ട് കോപം ഉണ്ടാക്കിക്കൊണ്ടാണ് പറയുന്നത്. അത് കണ്ടിട്ട് സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിക്കുകയാണ്. രാത്രി ആയപ്പോഴാണ് സുന്ദറിൻ്റെ കൂട്ടുകാരൻ അവനെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ വന്നപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താടാ നമ്മുടെ ആൾക്കാരൊക്കെ പോലീസിൻ്റെ കയ്യിൽ അകപ്പെട്ടല്ലോ? അതേടാ, എനിക്ക് വല്ലാത്ത പേടിയാവുന്നു. ഞാനാണ് എൻ്റെ ചേച്ചിയുടെ അടുത്ത് നിന്നും 50 കോടി രൂപ ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തതെന്ന് എല്ലാവരും അറിഞ്ഞെന്ന് വെക്ക്. എൻ്റെ അച്ഛൻ എന്നെ കൊല്ലുവടാ. മേഘ ചേച്ചി എൻ്റെ മേൽ അത്രയധികം വിശ്വാസം വെച്ചിട്ടുണ്ടടാ. ഞാനാണ് ഈ ഒരു കാര്യം ചെയ്തതെന്ന് അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ കഥ കഴിഞ്ഞു. അല്ല, നമ്മുടെ അർജുൻ എവിടെ? അല്ല, ഇത് ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. നിനക്കറിയില്ലേ അവൻ എവിടെയുള്ളതെന്ന്? അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം ഒരു കൂട്ടുകാരനാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ സുന്ദറിനും ആകെ സംശയം വരികയാണ്. അവൻ നിന്നെ കാണാൻ വരുന്നുണ്ടെന്നാണല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു മിനിറ്റ്, ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുന്ദർ അവൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യാണ്. പക്ഷേ ആ സമയത്ത് അവൻ്റെ ഫോണിലേക്ക് കോൾ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സുന്ദറിനാകെ ടെൻഷൻ ആവുകയാണ്. എടാ, അർജുൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ഒരു നിമിഷം, ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ. എന്നിട്ട് അവൻ്റെ ആ കൂട്ടുകാരൻ വിളിച്ചു നോക്കുവാണ്. അപ്പോഴും സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായി? സുന്ദർ ചോദിക്കുന്നുണ്ട്. എടാ, ഫോണ് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. സുന്ദറിന് ആകെ ഒരു ടെൻഷനും വേവലാതിയും തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ, നമ്മൾ തട്ടിയെടുത്ത 50 കോടിയിൽ നിന്നും 50 ലക്ഷം രൂപ മാത്രമേ അവൻ നമുക്ക് തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള പണം മുഴുവൻ അവൻ്റെ കയ്യിലാണ് ഉള്ളത്. സുന്ദർ ഒന്നും പറയാതെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എടാ, ഇനിയൊരു പക്ഷേ ബാക്കിയുള്ള പണവുമായിട്ട് അവൻ കടന്നു കളഞ്ഞു കാണുമോ? സുന്ദറിനും ആകെ ടെൻഷൻ ആവുകയാണ്. അയ്യോ, അവനെങ്ങാനും എസ്കേപ്പ് ആയാൽ പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള പണം കിട്ടില്ലടാ. എടാ, അവനെ ഈ സിറ്റി വിടുന്നതിന് മുന്നേ അവനെ പിടിക്കുക തന്നെ വേണം. എടാ, അവൻ ഒരു പക്ഷേ ഈ നാട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ കിട്ടുക എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നീ പറഞ്ഞത് ശരിയാ സുന്ദർ. തീർച്ചയായിട്ടും അവനെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഒരു കാരണവശാലും നമുക്കിത് പോലീസിൽ പോലും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയാൽ അവർ നമ്മളെ ആയിരിക്കും പിടിച്ച് അകത്തിടുക. ഇപ്പം നമ്മൾ എന്താണ് ചെയ്യുക? എടാ, നമുക്ക് അർജുനെ കണ്ടുപിടിക്കുന്നത് വരെ നമ്മൾ ഒന്നിച്ച് തന്നെ ഉണ്ടാവണം. അവനെ കണ്ടുപിടിച്ച് നമുക്കുള്ള ഷെയർ വാങ്ങിച്ചതിന് ശേഷം എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവണടാ. നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ആദ്യം നമ്മൾ അർജുനെ കണ്ടുപിടിക്കണം. ഏയ് സുന്ദർ, നമ്മൾ ആദ്യം പോലീസിൻ്റെ കണ്ണിൽപ്പെടാതെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണം.
അർജുനെ പറ്റി എന്തെങ്കിലും വിവരം നിനക്ക് കിട്ടുകയാണെങ്കിൽ നീ ആദ്യം എന്നെ അത് അറിയിക്കേ. ശരി, എങ്കിൽ പിന്നെ നമുക്ക് 2 ഭാഗത്തേക്ക് പോവാം. ബായിടാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവരവരുടെ സ്കൂട്ടറിൽ കയറി പോവുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ആകാശ് ചന്ദ്രികയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനെ വിളിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചന്ദ്രിക വന്നിട്ട് അവനോട് അകത്ത് കയറി ഇരിക്കാൻ പറയാണ്. അവൻ്റെ മുഖം ആകെ ഡെസ്പായിരുന്നു. അപ്പോൾ സിദ്ധുവിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രിക സിദ്ധാർത്ഥിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന ടൈമിൽ ആരതി വന്നിട്ട് നോക്കി നിൽക്കുന്നുണ്ട് ആകാശ് വന്നു എന്ന് കണ്ടപ്പോൾ. അപ്പോൾ ആകാശ് ആകെ ഡെസ്പായിക്കൊണ്ട് സിദ്ധുവിനോട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ കല്യാണം ചെയ്യാൻ വേണ്ടി വല്ലാതെ നിർബന്ധിക്കുകയാണ്. അത് കേട്ട സമയത്ത് സിദ്ധാർത്ഥ ആകെ ടെൻഷനാവുകയാണ്. അതുപോലെ തന്നെ ആരതിയും ആകാശ് എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, എനിക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ല, എനിക്ക് ആരതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അച്ഛനോട് ഒരുപാട് തവണ പറഞ്ഞു. പക്ഷെ ഞാൻ എത്ര തന്നെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. എനിക്ക് മറ്റൊരു പെണ്ണിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് എൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ള വാശിയിലാണ് എൻ്റെ അച്ഛൻ. ആകാശ് പറഞ്ഞത് കേട്ടിട്ട് ചന്ദ്രികയും സിദ്ധാർത്ഥും ആരതിയും ഒരുപോലെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിനോട് അവൻ പറയുന്നുണ്ട്, വരുന്ന വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ വെച്ചിട്ട് എനിക്കും ആ പെണ്ണിനും കല്യാണമാണ്. ആരതി ആകെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം പെണ്ണ് വേറെ നോക്കുന്നു എന്നല്ല, അടുത്ത വെള്ളിയാഴ്ച കല്യാണം എന്നാണ് ആകാശ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, കല്യാണമോ? കല്യാണത്തിനുള്ള ക്ഷണക്കത്തൊക്കെ അടിച്ച് എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞു. അവൻ പറഞ്ഞു കേട്ടപ്പോൾ എന്താ തിരിച്ച് പറയേണ്ടതെന്ന് അറിയാതെ ഇരിക്കുകയാണ് സിദ്ധാർത്ഥ്. ആരതിയാണെങ്കിൽ അവരുടെ മുന്നിൽ നിൽക്കാതെയാണ് ഉള്ളത്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ആരതിയെ നിങ്ങൾ ഇത്രയധികം സ്നേഹിച്ചിട്ട് മറ്റൊരു പെണ്ണിനെ നിങ്ങൾക്ക് എങ്ങനെ കല്യാണം കഴിക്കാൻ സാധിക്കും? ഇത് നിങ്ങൾക്ക് തന്നെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അവൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കല്യാണത്തിനോട് ഒട്ടും താല്പര്യമില്ല. അത് കേട്ട് ആരതി അവിടെ നിന്ന് കരയാണ്. ആരതി അവരാരും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, പക്ഷേ അതുപോലെ തന്നെ എൻ്റെ അച്ഛനെ ധിക്കരിക്കാനും എനിക്ക് സാധിക്കില്ല. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുവാണ്. ആകാശ് കരയുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. എനിക്ക് എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നത് എൻ്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പോലും അദ്ദേഹം വലിയ പ്രശ്നം ഉണ്ടാക്കും. എന്നാലും ഈ കാര്യം നിങ്ങളോട് നേരിട്ട് വന്ന് പറയണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് മാപ്പ് തരണം സർ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ആരതിക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവനോട് മറുത്തൊന്നും പറയാൻ സിദ്ധാർത്ഥിനും ചന്ദ്രികയ്ക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആകാശ് വളരെ സങ്കടത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പം തന്നെ ആരതി കരഞ്ഞുകൊണ്ട് ഓടിയിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനാവാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ചന്ദ്രികയും സിദ്ധാർത്ഥും. പിന്നെ കാണിക്കുന്നത് പ്രശ്നപരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് മാലതി മുത്തശ്ശിയും മേഘയും മനോഹരനും ചേർന്നിട്ട്. അപ്പോൾ അവരാണെങ്കിൽ പഴയ മോഡൽ സാരിയും അതുപോലെ തന്നെ സ്വർണവും ഒന്നുമില്ലാതൊരു സാധാരണ വേഷത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് കുറച്ച് ഭിക്ഷാടനക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവർ ഈ ഭിക്ഷാടക്കാരുടെ മുന്നിൽ കൂടെ പോകുന്ന സമയത്ത് അവരാരും ഇവർ മൈൻഡ് വെക്കുന്നില്ല. മാത്രമല്ല അവർ എല്ലാവരെയും ഇങ്ങനെ ഇവരെ തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ ഇവരും ആകെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരു പയ്യൻ പറയുന്നുണ്ട്, ഓ നമുക്ക് മത്സരത്തിന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അത് പക്ഷേ കേൾക്കാതെ മനോഹരൻ ചേച്ചിയോട് പറയാണ്, അല്ല ചേച്ചി, നമ്മുടെ മുന്നിൽ വന്ന എല്ലാവരുടെ അടുത്തും ഇവർ ഭിക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വന്ന സമയത്ത് നമ്മളോട് ഭിക്ഷയ്ക്കൊന്നും ചോദിക്കാതെ ഇവരുടെ പാത്രം താഴെ വെക്കുകയാണല്ലോ. അപ്പോൾ മാലതി മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മളെ കാണുമ്പോൾ ഭിക്ഷക്കാരെ പോലെ തന്നെ അവർക്ക് തോന്നുന്നുണ്ടാവും. അപ്പോഴാണ് മേഘയൊക്കെ കയ്യിലും കഴുത്തിലും ഒക്കെ നോക്കുന്നത്. അവിടെയൊന്നും സ്വർണ്ണം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മനോഹരൻ പറയാണ്, നമ്മളെല്ലാവരെയും കണ്ടിട്ടല്ല, ചേച്ചിയെ കണ്ടിട്ടാ, എന്നെയല്ല നിന്നെ കണ്ടിട്ട്. മാലതി മുത്തശ്ശിയും വിട്ടുകൊടുക്കുന്നില്ല, അല്ല ചേച്ചിയെ കണ്ടിട്ട്, അല്ല നിന്നെ കണ്ടിട്ട്. അവർ രണ്ടുപേരും തല്ലുവിടുകയാണ്. അതുകൂടെ കേട്ടപ്പോൾ മേഘക്ക് ദേഷ്യം വരികയാണ്. അയ്യോ, ഒന്ന് വായ പൂട്ടാമോ? രണ്ടുപേരും ഒന്ന് സംസാരിക്കാതെ അകത്തേക്ക് വരാമോ? വാ അകത്തേക്ക് പോവാം. എന്തു ചെയ്യാനാ, എല്ലാം തലയിലെഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനോഹരൻ നടക്കുന്നത്. ക്ഷേത്രത്തിനകത്തെത്തിയ സമയത്ത് ഒരു ഭക്തൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തേങ്ങ ഉടക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. മനോഹരൻ ഇങ്ങനെ കൂർമ്മതയോടെ നോക്കി നിൽക്കുവാണ്. ആ സമയത്ത് അയാൾ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. മനോഹരൻ ഓടി ചെന്നിട്ട് അതിൽ നിന്ന് 3 കഷ്ണം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള കുട്ടികളൊക്കെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും കൊടുക്കാതെ മനോഹരൻ പിടിച്ചു പറിച്ചെടുക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ മേഘയ്ക്കും മുത്തശ്ശിക്കും എന്താ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ്. കാരണം ചെറിയ കുട്ടികളെ പോലെ മനോഹരൻ തേങ്ങ കഷ്ണത്തിന് വേണ്ടിയിട്ട് അടികൂടുന്നത് കണ്ടപ്പോൾ, എടാ തേങ്ങാ പെറുക്കി ഇങ്ങോട്ട് വാടാ എന്ന് മുത്തശ്ശി വിളിച്ചപ്പോഴേക്കും മനോഹരൻ ഓടി ചെല്ലുവാണ്. ഹോ കുറേ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് മുത്തശ്ശിക്ക് ഒരു വലിയ കഷ്ണം കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ചേച്ചി ഇന്നാ ഈ വലിയ കഷ്ണം ചേച്ചിക്ക്, മേഘ നിനക്കൊരു ചെറിയ കഷ്ണം ഇതെനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്ന തേങ്ങാ കഷ്ണം തിന്നുവാണ്. അപ്പോൾ മുത്തശ്ശി കളിയാക്കുന്നുണ്ട്, പോ. അയ്യോ എന്താ മാമ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്? മേഘ ദേഷ്യത്തോടെ പറയാണ്. നിങ്ങളതൊന്ന് കളയാൻ നോക്ക്.
മേഘ, ഇത് ക്ഷേത്രത്തിൽ പൊട്ടിച്ച തേങ്ങയല്ലേ, ഇതെന്തിനാ കളയുന്നത്? അയ്യോ, അത് കളയുന്നുണ്ടോ ഇല്ലയോ? മേഘയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയും പറയാണ്, എടാ കളയാൻ നോക്കടാ. ശരി ചേച്ചി, കളയാം എന്നും പറഞ്ഞിട്ട് പല്ലിറുമിക്കൊണ്ട് മനോഹരൻ അത് കളയാണ്. നാണം കെടുത്താതെ വരാൻ നോക്കും അമ്മ എന്ന് പറഞ്ഞിട്ട് മേഘയും മുത്തശ്ശി നടന്നപ്പോൾ മനോഹരൻ കൂടെ നടക്കുന്നുണ്ട്. തിരിഞ്ഞ് തേങ്ങ കഷ്ണത്തെ നോക്കിയിട്ട് പറയാണ്, തിരിച്ചു വരുമ്പോൾ എടുക്കാം. അകത്ത് പൂജാരിയുടെ അടുത്തെത്തിയ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, പരിഹാരം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പൂജാരിക്ക് അവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ പുറത്തു പോയിട്ട് പറഞ്ഞു നോക്കൂ. അപ്പോൾ മാലതി മുത്തശ്ശി പറയാണ്, പൂജാരി നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ മാലതിയാണ്. മാലതി ആയിരുന്നോ ഇത്? എന്താ നിങ്ങൾക്ക് പറ്റിയത്? ശരീരം മുഴുവൻ സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് വലിയ പദവിയോട് കൂടിയായിരുന്നില്ലേ നിങ്ങൾ വരാറ്? ഇന്നെന്താ നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നത്? അപ്പോൾ സങ്കടത്തോടു കൂടി മുത്തശ്ശി പറയുന്നുണ്ട്, എല്ലാം എൻ്റെ തലയിലെഴുത്താണ് പൂജാരി. എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. സ്വാമി, എൻ്റെ കുടുംബത്തിന് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്തോ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ദോഷം ബാധിച്ചതുപോലെ തോന്നുവാണ്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ആ പരിഹാരം ചെയ്യുന്നതോടുകൂടി ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും അകന്ന് മാറണം. മുത്തശ്ശി പറഞ്ഞു കേട്ടപ്പോൾ സ്വാമി തലയാട്ടുകയാണ്. അവരാകെ സങ്കടത്തോടു കൂടിയാണ് ഇതൊക്കെ പറയുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.